വടക്കൻ കേരളത്തിലെ ഭക്തർക്ക് അവരുടെ സങ്കടം നേരിട്ട് ബോധിപ്പിക്കാൻ അവർക്കൊരു കൺകണ്ട ദൈവമുണ്ട്, മുത്തപ്പൻ. കണ്ണൂർക്കാർക്ക് മുത്തപ്പൻ ഒരു തെയ്യങ്കോലമാണ്. അവിടുത്തെ ഓരോ ഗ്രാമത്തിലും ഒരു മുത്തപ്പൻ മടപ്പുരയുണ്ടാകും. മുത്തപ്പൻ ക്ഷേത്രത്തെയാണ് മടപ്പുര എന്നറിയപ്പെടുന്നത്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ പറശ്ശിനി ശ്രീ മുത്തപ്പൻ മടപ്പുരയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പറശ്ശിനി മടപ്പുരയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടുത്തെ പ്രത്യേകതകളും മുത്തപ്പന്റെ ഐതിഹ്യങ്ങളും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം. അതിനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. തളിപ്പറമ്പ് താലൂക്കിലെ ആന്തൂർ നഗരസഭയിലെ പറശ്ശിനിക്കടവ് എന്ന സ്ഥലത്താണ് ഈ മടപ്പുര സ്ഥിതി ചെയ്യുന്നത്. തീയർ വിഭാഗത്തിൽപ്പെട്ട പറശ്ശിനി മടപ്പുര കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവിടുത്തെ പ്രധാന പൂജകൾ നടത്തുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ മുത്തപ്പന്റെ തെയ്യക്കോലത്തോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം നേടാം എന്നതാണ് ഭക്തരെ ഇവിടേക്ക് കൂടുതലായി ആകർഷിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഇവിടെ വർഷത്തിൽ ചില പ്രത്യേക ദിവസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒക്കെ തെയ്യക്കോലം ഉണ്ടാകും. തിരുവപ്പനയും വെള്ളാട്ടവുമാണ് ഇവിടെ കെട്ടിയാടുന്നത്. നമുക്കിനി മുത്തപ്പന്റെ ഐതിഹ്യ കഥയെക്കുറിച്ചറിയാം. കണ്ണൂർ ജില്ലയിലെ തന്നെ എരുവേശി എന്ന ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ലത്താണ് മുത്തപ്പന്റെ ബാല്യകാലം. അവിടുത്തെ തികഞ്ഞ ശിവഭക്തിയായ പാടിക്കുട്ടി അമ്മയ്ക്കും അയ്യങ്കര വാഴുന്നോർക്കും മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് വഴിപാടുകൾ പലതും നടത്തി പ്രാർത്ഥിച്ചു. ഒടുവിൽ പാടിക്കുട്ടി അമ്മയ്ക്ക് മഹാദേവൻ സ്വപ്ന ദർശനം നൽകി. പിറ്റേ ദിവസം കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാടിക്കുട്ടി അമ്മയ്ക്ക് ശിവാനുഗ്രഹത്താൽ ലഭിച്ച കുഞ്ഞാണ് മുത്തപ്പൻ. ഇല്ലത്തെ രീതികൾക്കനുസരിച്ചുള്ള ജീവിതമായിരുന്നില്ല മുത്തപ്പൻ്റെത്. സാധാരണക്കാരായ ആളുകളും നായാടികളും ഒക്കെയായിരുന്നു മുത്തപ്പന്റെ കൂട്ട്. കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികൾ കഴിച്ചും നടന്നിരുന്ന മുത്തപ്പൻ നാട്ടുകാർക്ക് എന്നും പ്രിയപ്പെട്ടവനായിരുന്നു. വാഴുന്നോർക്ക് ഇതെല്ലാം എതിർപ്പായിരുന്നെങ്കിലും പുത്രസ്നേഹം കാരണം അമ്മ എല്ലാം പൊറുത്ത് മകനെ സ്നേഹിച്ചു. പക്ഷേ ഒടുവിൽ നിവൃത്തിയില്ലാതായപ്പോൾ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് മുത്തപ്പൻ കാലഭൈരവന്റെ രൂപത്തിലുള്ള തന്റെ ഉഗ്രരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ടു ഭയപ്പെട്ട ആ അമ്മ മകനോട് ഇനിയെന്നും പൊയ്ക്കണ്ട ധരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തന്റെ അവതാര ഉദ്ദേശം വ്യക്തമാക്കിയതിനു ശേഷം മുത്തപ്പൻ ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിന് വേണ്ടി ശിവവിഷ്ണു സങ്കല്പത്തിൽ ഭഗവാൻ മുത്തപ്പനായി മടപ്പുരകളിൽ കുടികൊള്ളുന്നു. ഇവിടെ എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടും തിരുവപ്പനയും വെള്ളാട്ടവും നടക്കുന്നു. വർഷത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ ഒഴികെ എല്ലാ ദിവസവും ഇതുണ്ടാവും. എല്ലാ വർഷവും തുലാം 1 മുതൽ വൃശ്ചികം 15 വരെയും കർക്കിടകം മകരം മാസങ്ങളിൽ അമാവാസി ദിവസങ്ങളിലും ക്ഷേത്രത്തിലെ നിറ ദിവസവും മടപ്പുര കുടുംബത്തിലെ ആരുടെയെങ്കിലും മരണം നടക്കുന്ന ദിവസങ്ങളിലുമാണ് ഈ തിരുവപ്പനയും വെള്ളാട്ടവും ഇല്ലാതിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ഉത്സവം പുത്തരി തിരുവപ്പന അല്ലെങ്കിൽ വർഷത്തിലെ ആദ്യത്തെ തിരുവപ്പനയാണ്. ഇത് വൃശ്ചികം 16 നടക്കുന്നു. അവസാന തിരുവപ്പന നടക്കുന്നത് കന്നി 30-നാണ്. മുത്തപ്പനുള്ള പ്രധാന വഴിപാടുകൾ പഴംകുറ്റി, വെള്ളാട്ടം, തിരുവപ്പന എന്നിവയാണ്. ഈ മുത്തപ്പന്റെ ആരൂഢ സ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് കുന്നത്തൂർ പടി, പുരളിമല എന്നിവയാണ്.
കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂണിനും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. മുത്തപ്പൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ചായയും മുത്തപ്പൻ്റെ നിവേദ്യവും ഒപ്പം ഉച്ചയ്ക്കും രാത്രിയും ഊണും ഇവിടുന്ന് നൽകപ്പെടുന്നു. കണ്ണൂർ ജില്ലയിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മടപ്പുരയാണ് വള്ളുവൻകടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ഇതിനു മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണേണ്ടവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പറശ്ശിനി മടപ്പുരയുടെ മറ്റൊരാകർഷണമാണ് ടൂറിസം വകുപ്പിൻ്റെ ബോട്ട് യാത്ര. ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ പറശ്ശിനി മടപ്പുരയുടെ മുൻപിലുള്ള വളപട്ടണം പുഴയിലൂടെ ബോട്ട് യാത്ര ആസ്വദിക്കാവുന്നതാണ്. ഒരാൾക്ക് 50 രൂപ വീതമാണ് ഈടാക്കുന്നത്. ഇതുപോലുള്ള മറ്റൊരു ക്ഷേത്രക്കാഴ്ചയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.